എന്താ ബേബിച്ചായ പ്രശ്നം? അളവ് കഴിഞ്ഞില്ലേ? വാ കേറ്, നമുക്ക് ഗസ്റ്റ് ഹൗസിലോട്ടിരിക്കാം. അങ്ങോട്ട് വരുമായിരുന്നു, അപ്പോഴാ ഈ സാറ് വട്ടം ചാടിയത്. കച്ചവടം വിടണമെന്നാണല്ലോ ഗിരിയെ പറയുന്നത്. എന്ന് പറയാൻ ഈ സാറിന്റെ അച്ഛന്റെ തറവാട് മേടിക്കാൻ വന്നതല്ലോ നിങ്ങള്. ഗിരി സാർ മാട്രിക്ക് വന്നാച്ച്. ഇവൻ ഈ കുമ്പളങ്ങാമുറൻ ചെക്കൻ ഒരു സുഖമില്ലാത്ത കുട്ടിയാ. വിവരക്കേട് വിളിച്ചു പറയും ജാത്തിയാലുള്ളതാ. ഇവന്റെ അച്ഛന്റെ തറവാടും എന്റെ അച്ഛന്റെ തറവാടും രണ്ടും ഒന്ന് തന്നെയാ. ആ വകയിൽ കയ്യിൽ കിട്ടിയതാ ഇന്ന് ഇവന്റെ എന്നും എന്റെ എന്നും ഒക്കെ പറയുന്ന മണ്ണ്. അല്ലാതെ ഇവന്റെ അച്ഛൻ കൊളംബസ് ഇവൻ കൊളംബസിന്റെ മോനൊന്നുമല്ല. അല്ല, പുള്ളിക്കാരനാണല്ലോ ഈ സ്വന്തമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബേബി ഞാൻ ചെല്ല്. എന്നിട്ട് ഇവൻ പറയുന്ന ഇവന്റെ ഗസ്റ്റ് ഹൗസിലോ പെരിയാപ്പീസിലോ കയറി ഇരുന്ന് കൊടുത്ത കാശ് എണ്ണി വാങ്ങിച്ചിട്ട് എറണാകുളത്തിന് കാലോട്. ഇങ്ങനെ മീനച്ചൂടിൽ ഈ മണ്ടിൽ നിന്ന് തല വിയർക്കണ്ട. തലനീരിറങ്ങിയ കോൾഡ് പിടിക്കുവേ, കോൾഡ്. നീ എന്താടാ പട്ടി വരട്ടുന്ന? ഇരുട്ടില് മറഞ്ഞു നിന്ന് സ്വന്തം തന്തയെ കുത്തിക്കൊന്നതിന്റെ വമ്പ് നീ കയ്യിൽ വെക്കണാരാണ്? തന്തയുടെ കുടല് തുറന്ന പഴയ പിച്ചാങ്കത്തി കൊണ്ട് നീ ആമ്പിള്ളേരുടെ മുമ്പിൽ വേഷം കെട്ടാൻ വരല്ലേ? ഒരു ടിപ്പർ ലോറിയിൽ കൂലിത്തല്ലിന് പോണ 4 ചീളി ചെക്കന്മാരെയും കൊണ്ട് ദേവർമണ നാരായണൻ ക്ഷവരഞ്ഞ് ഇറങ്ങി നീ ആണോ ആൺകുട്ടി? ഇരുകാലിയും നടന്ന് ഒരുത്തനും പോവില്ല പെരുമാൾപുരത്തിന്റെ മണ്ണിൽ നിന്ന്. എന്താ സംശയമുണ്ടോ? കാളിയാർ മഠം കിരിക്കി. നാരായണ, എന്താ ചങ്ങാതി ഇത്? വിളിച്ചോണ്ട് പോ സാറേ. എന്താ നാരായണ ഗിരി? നിങ്ങൾ ചോദിച്ചു നോക്കണമേ. നിങ്ങളല്ലേ ഇവിടുത്തെ MLA അദ്ദേഹം. എന്റെ സ്ഥലം എനിക്ക് തോന്നിയവർക്ക് വിൽക്കാനും അത് വാങ്ങാൻ ഇവർക്കും അവകാശമില്ല. അതിന് ചിലരുടെയൊക്കെ NOC വേണമെന്ന് പറഞ്ഞാ. ഇനി കയ്യൂക്കിലാണ് കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മാറി തന്നാ മതി. വേണ്ടോ? അവര് മാറിയെന്ന് വാച്ച് ചെയ്യട്ടെ. വീട്ടിന്റെ ഉമ്മറത്തോണ്ട് പോയി കിടത്താൻ 4 പേരെ റിസർവ് ചെയ്ത് വെക്കുന്നത് നല്ലതാ മാനേഗിരി. നാരായണ, ഇത് നിങ്ങൾക്ക് ചേർന്നതല്ല. പെരുമാൾപുരത്തെ നേതാവിന്റെ ഭാഷയും രീതിയും ഇതല്ല. ഇതൊക്കെ നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നു സമാധാനത്തിന്റെ ഭാഷയിൽ ഒരു ടേബിളിന് ചുറ്റിന് വരുന്നു. പിന്നാണോ 10 ഏക്കർ തെങ്ങും തോട്ടം?